നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഇനി നമ്മൾ ഓരോ ദിവസവും ഓരോ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകാനും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് 2025 നടക്കാൻ പോകുന്ന പ്രധാന പരീക്ഷകൾ എന്നുള്ള നമ്മൾ പറയുകയുണ്ടായി അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിംസ്, അതായത് ഇവിടെ ഞാൻ കോഡ് കൊടുത്തിട്ടുണ്ട് 038/2024. ഈ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാണ്. ഇത് കൂടാതെ നമ്മൾ 10th ലെവലിൻ്റെ PYQ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോൾ എന്ന രൂപേണ ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതും ചെയ്ത് നോക്കുക. ഇതും നിങ്ങൾ ഡെയിലി കുറേശ്ശേ ഞാൻ ചെയ്യുന്നുള്ളൂ, അത് അങ്ങനെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പം ഒരു ചോദ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം, അങ്ങനെയാണ്. അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിയിൽ മാത്രമല്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. എന്താ പറയുന്ന 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ല? അതായത് ഓഡ് വൺ ഔട്ട് എന്ന രീതിയിൽ അല്ലേ. അപ്പം ജനുവരി 21 സംസ്ഥാന ദിനം ഉള്ളവർ ആരൊക്കെയാണ്? ഇതിൽ 3 പേരുണ്ട്. അതാരൊക്കെയാണ്? ജനുവരി 21. അപ്പോൾ ജനുവരി 21, 2022 ജനുവരി 21 50ാം സംസ്ഥാന ദിനം ആചരിച്ചവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മണിപ്പൂർ, മേഘാലയ, പിന്നെ ആരാണ്? ത്രിപുര. ഇവർ 3 പേരുമാണ്. അപ്പോൾ ഓഡ് വൺ ഔട്ട് ആരാണ്? ആൻസർ വരുന്നത് ഏതാണ്? നാഗാലാൻഡാണ് കേട്ടോ. 3-ൽ ഒന്നല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? നാഗാലാൻഡാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം. 50ാം സംസ്ഥാന ദിനം എന്ന് പറയുമ്പോൾ മണിപ്പൂർ, മേഘാലയ, പിന്നെ ഏതാണ്? ത്രിപുര. മണിപ്പൂർ, മേഘാലയ, ത്രിപുര. ഇതിന് 1972 ജാനുവരി 21 1972 ജാനുവരി 21 ഈ 3 എണ്ണത്തിൻ്റെയും ഏത് വരുന്ന സംസ്ഥാന ദിനം വരുന്നത്? ജാനുവരി 21. അത് ഓക്കെ ആയല്ലോ. അപ്പോൾ ഇതിലുള്ള എക്സ്ട്രാ വരുന്ന നാഗാലാൻഡാണ്. അപ്പോൾ നാഗാലാൻഡിൻ്റെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1963 ഡിസംബർ 1. നാഗാലാൻഡ് 1963 ഡിസംബർ 1. അപ്പോൾ 3 എണ്ണം മണിപ്പൂർ, മേഘാലയ, ത്രിപുര. അത് 3ഉം 1972 ജനുവരി 21 നിലവിൽ വന്നു. നാഗാലാൻഡ് 63 ഡിസംബർ 1 നിലവിൽ വന്നു. ഇനിയുള്ളത് ആരാണ്? ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. ഇത് 3ഉം എന്നാണ്? 2000-ലാണ് വന്നത്. 2000-ലാണ്. അത് ഓർത്തു വയ്ക്കാം. ഇത് 3ഉം 2. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. അതിൽ ഛത്തീസ്ഗഡ് 2000 നവംബർ 1 ഛത്തീസ്ഗഡ്. ഉത്തരാഖണ്ഡ് വരുന്നത് നവംബർ 9. പിന്നെ ജാർഖണ്ഡ് വരുന്നത് എന്നാണ്? നവംബർ 15. ഓക്കെ, അത്ര ഓക്കെ ആയല്ലോ. അപ്പോൾ മണിപ്പൂർ, മേഘാലയ, ത്രിപുര ഈ ക്ലാസ്സോടുകൂടി നിങ്ങൾ പഠിച്ചു പോകണം. മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്നത് 1972 ജനുവരി 21, നാഗാലാൻഡ് 63 ഡിസംബർ 1, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. അതങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക കേട്ടോ. CUJ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം നവംബർ 1, മറ്റത് 9, പിന്നെ അടുത്തത് 15. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. ഓക്കെ, ഇനി അടുത്ത സെറ്റ് നോക്കാം നമുക്ക്. ഇനി നമുക്ക് 1956 നവംബർ 1 1956 നവംബർ 1 നിലവിൽ വന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? കേരളം, പിന്നെയോ കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ബീഹാർ. കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ബീഹാർ. ആ ഒരു സെറ്റ് ഓക്കെ ആയല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം 72 ജനുവരി 21 മണിപ്പൂർ, മേഘാലയ, ത്രിപുര. നാഗാലാൻഡ് 63 ഡിസംബർ 1, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. 2000-ലാണ്. ഒരെണ്ണം നവംബർ 1, 9, 15. അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. പിന്നെ പഠിച്ചത് 56 നവംബർ 1 കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ബീഹാർ. ആ സെറ്റും ഓക്കെയായി. ഇനി ഇതിൻ്റെ ബാക്കിയുണ്ടല്ലോ. പിന്നെ ഏതൊക്കെയാണ്? പഞ്ചാബ്, ആസാം,
വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ. ഇതും കൂടി ഉണ്ടേ. പഞ്ചാബ്, ആസാം, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ. ഇത് ഒരു കോഡ് എന്ന രീതിയിൽ രണ്ടായിട്ട് പഠിച്ചതായിരുന്നു, അതുകൊണ്ട് അങ്ങനെ. അപ്പം പഞ്ചാബ്, ആസാം, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ. അതും 56 നവംബർ 1-നാണ്. 56 നവംബർ 1. പഞ്ചാബ്, ആസാം, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ. ഇനി നമ്മൾ അടുത്തത് 1950 ജനുവരി 26. 1950 ജനുവരി 26 വന്നത് ഏതൊക്കെയാണ്? തമിഴ്നാടും ഉത്തർപ്രദേശ്. 1950 ജനുവരി 26 തമിഴ്നാട്, ഉത്തർപ്രദേശ്. 50 ജനുവരി 26 തമിഴ്നാട്, ഉത്തർപ്രദേശ്. അങ്ങനെയാണെങ്കിൽ 1960 മെയ് 1. 60 മെയ് 1 വന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര. 60 മെയ് 1 ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര. 60 മെയ് 1 വന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഓക്കെ. ഇനി നമ്മൾ 1987 പോകാം. 87 ഗോവ വന്നു. പിന്നെ മിസോറാം, ഗോവ, മിസോറാം, അരുണാചൽ പ്രദേശ് കേട്ടോ, അരുണാചൽ പ്രദേശ്. 87 വന്നതാണ് ഗോവ, മിസോറാം, അരുണാചൽ പ്രദേശ്. അതിൽ ഗോവ 1987 മെയ് 30-നാണ്. മെയ് 30-നാണ് ഗോവ. മിസോറാമും അരുണാചൽ പ്രദേശും ഫെബ്രുവരി 20-നാണ്. മിസോറാമും അരുണാചൽ പ്രദേശും എന്നാണ്? ഫെബ്രുവരി 20-നാണ്. അപ്പോൾ 87 ഏതൊക്കെയാണ്? ഗോവ, മിസോറാം, അരുണാചൽ പ്രദേശ്. ഗോവ മെയ് 30, മിസോറാമും അരുണാചൽ പ്രദേശും ഫെബ്രുവരി 20-നാണ്. ഇനി തെലങ്കാന. തെലങ്കാന നമുക്കൊക്കെ അറിയാം അല്ലേ, 2014 ആയതുകൊണ്ട് അല്ലേ. 2014 ജൂൺ 2. 2014 ജൂൺ 2-നാണ് തെലങ്കാന. 2014 ജൂൺ 2. പിന്നെയുള്ളത് സിക്കിം. സിക്കിം എന്നാണ്? 1975 മെയ് 16. 75 മെയ് 16 സിക്കിം. 1975 മെയ് 16. പിന്നെ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് 1971 ജാനുവരി 25. 71 ജാനുവരി 25-നാണ് ഇത് ഹിമാചൽ പ്രദേശ് വരുന്നത്. പിന്നെ ഹരിയാന. ഹരിയാന എന്നാണ്? 1966 നവംബർ 1. അപ്പോൾ 56 നവംബർ 1 കുറേ നമ്മൾ പഠിച്ചല്ലേ. ഹരിയാന വരുന്നത് 66 നവംബർ 1-നാണെന്ന് മാത്രം. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ഓടിച്ച് നോക്കാം. ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ പറഞ്ഞത് മണിപ്പൂർ, മേഘാലയ, ത്രിപുര 1972 ജനുവരി 21. പിന്നെ നാഗാലാൻഡ് 63 ഡിസംബർ 1. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. അത് 3 2000-ലാണ്. ഛത്തീസ്ഗഡ് നവംബർ 9, ഛത്തീസ്ഗഡ് നവംബർ 1, ഉത്തരാഖണ്ഡ് 9, ജാർഖണ്ഡ് 15. പിന്നെ നമ്മൾ 1956 നവംബർ 1 വന്നത് കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ബീഹാർ. പിന്നെ ഏതാണ്? പഞ്ചാബ്, ആസാം, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ. പിന്നെ 1950 ജനുവരി 26 ഉത്തർപ്രദേശും തമിഴ്നാട്. ഏറ്റവും ആദ്യം ഉത്തർപ്രദേശ്, തമിഴ്നാട്. അത് ജനുവരി 26. 1950 ജനുവരി 26. ഇനി 1960 മെയ് 1 വന്നത് 60 മെയ് 1 വന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്രയുമാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇനി 1987 വരുമ്പോൾ 3 പേരാണ്. ഗോവ, മിസോറാം, അരുണാചൽ പ്രദേശ്. അതിൽ ഗോവ മെയ് 30-നും മിസോറാമും അരുണാചൽ പ്രദേശ് എന്നാണ് ഫെബ്രുവരി 20-നാണ് നിലവിൽ വന്നത്. പിന്നെ തെലങ്കാന നമുക്കറിയാം 2014 ജൂൺ 2. സിക്കിം 75 മെയ് 16-നാണ് സിക്കിം. 75 മെയ് 16 കേട്ടോ. മെയ് 16-നാണ് സിക്കിം വന്നത്. ഹിമാചൽ പ്രദേശ് 71 ജാനുവരി 25. 71 25-ന് ഹിമാചൽ പ്രദേശ്. ഹരിയാന 1966 നവംബർ 1-നാണ് നിലവിൽ വന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ആൻസർ ഇത്രയും എല്ലാത്തിൻ്റെയും നിങ്ങളെല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ? വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമിയാണിത്. 38-ലെ ദേശീയ ആസൂത്രണ സമിതി. അത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പം
വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരുടെ അധ്യക്ഷതയിലാണെന്ന് ചോദിച്ചാൽ അതാരുടേതാണ്? ജവഹർലാൽ നെഹ്റു കേട്ടോ, ഓർത്തു വയ്ക്കുക. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നതെന്നാണ്? 1938 നെഹ്റു. ഓക്കെ, 38. പിന്നെ ഇവിടെ INC സമ്മേളനം ഏതാണെന്ന് ഓർത്തു വയ്ക്കുക? ഹരിപുര INC സമ്മേളനമാണ്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? സുഭാഷ് ചന്ദ്രബോസ് ആണ്, പിന്നെ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. മാറിപ്പോകരുത് കേട്ടോ. ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് കേട്ടോ. രണ്ടും ഓർത്തു വയ്ക്കാം. ഹരിപുര INC സമ്മേളനമാണ്, 1938. ഇനി ഇതിന് പിന്തുടർച്ചയെന്നോണം 1946 ഇടക്കാല ഗവൺമെൻറ് അഡ്വേഴ്സറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏത് വന്നു? 1946 ഏത് വന്നത്? അഡ്വേഴ്സറി പ്ലാനിംഗ് ബോർഡ് വന്നത്. അതിൻ്റെ ചെയർമാനായിരുന്നത് KC നിയോഗിയാണ്. ആരാണ്? KC നിയോഗി. ഇപ്പോൾ തന്നെ പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ ദേശീയ ആസൂത്രണ കമ്മിറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേശീയ ആസൂത്രണ സമിതി അല്ലെങ്കിൽ കമ്മിറ്റി, അത് ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി എന്നാണ് അറിയപ്പെടുന്നത്. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് ആരുടെ അധ്യക്ഷതയിലാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ്. അതിന് രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1938 ഹരിപുര INC സമ്മേളനം. ഇനി ഇതിൻ്റെ തുടർച്ചയെന്നോണം 1946 ഇടക്കാല ഗവൺമെൻറ് അഡ്വേഴ്സറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗിയായിരുന്നു. എന്തായിരുന്നു ആ ബോർഡ്? അഡ്വേഴ്സറി പ്ലാനിംഗ് ബോർഡ് കേട്ടോ. അഡ്വേഴ്സറി പ്ലാനിംഗ് ബോർഡ്. ഓക്കെ. ഈ പദ്ധതി പ്രകാരം തുടക്കത്തിൽ പ്രവർത്തനങ്ങൾ ത്വരിതമായി നടന്നെങ്കിലും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും തുടർന്ന് കമ്മിറ്റിയുടെ ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നത് 1948-49 കാലഘട്ടത്തിലുമാണ്. ഇത്രയും കാര്യങ്ങൾ ഇതായി റിലേറ്റ് ചെയ്ത് ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഒന്നും കൂടി നോക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. അതിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 33 എന്നുള്ളതും 12,504 ഓർത്തു വയ്ക്കാം. അതിൻ്റെ പേരെന്താണ്? ഹരിജൻ യാത്ര അല്ലേ? ഹരിജൻ യാത്രയാണ്. ഓപ്ഷൻ D ആണ് ആൻസർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹരിജൻ വാരിക അതും 1933 കേട്ടോ. ഹരിജൻ വാരിക 1933. ഇനി ഈ ഒരു യാത്ര ഒരു 9 മാസത്തോളം നീണ്ടു നിന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വായിച്ചിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അവിടെ ശ്രദ്ധിക്കണം. എന്താണ് ചോദ്യം? അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട. 4 ഓപ്ഷൻസ് ഉണ്ട്. പുരാണക്കില, ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ട. ഏതാണ്? പുരാണക്കിലയാണ് കേട്ടോ. പുരാണക്കിലയാണ്. അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? പുരാണക്കിലയാണ്. ഇത് ഇപ്പോൾ ഷാജഹാൻ്റെ സമയത്തുള്ളത് അങ്ങനെയൊക്കെ രീതിയിൽ ചോദിക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇതായി റിലേറ്റ് ചെയ്ത് ഓരോരുത്തരുടെ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അക്ബറിൻ്റേതാണ് അല്ലേ? അപ്പോൾ അക്ബറായി റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അക്ബറിൻ്റെ പ്രധാന നിർമ്മിതികൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ നോക്കി അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട പുരാണക്കിലയാണ്. അപ്പോൾ ബാക്കി ലാഹോർ കോട്ടയും ആഗ്ര കോട്ടയും അലഹബാദ് കോട്ടയും അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചിരുന്ന കോട്ടയാണ്. ഏതൊക്കെയാണ്? ലാഹോർ, ആഗ്ര, അലഹബാദ്. ഇനി അക്ബറിൻ്റെ പ്രധാന നിർമ്മിതികൾ ഏതൊക്കെയാണ്? ഫത്തേപൂർ സിക്രി അല്ലേ? ഫത്തേപൂർ സിക്രി. പിന്നെ ബുലന്ദ് ദർവാസ,
ഫത്തേപൂർ സിക്രി, ബുലന്ദ് ദർവാസ, പിന്നെ പഞ്ച്മഹൽ, ഇബാദത്ത് ഖാന. ഇതൊക്കെ അക്ബറിൻ്റെ പ്രധാന നിർമ്മിതികളാണ് കേട്ടോ. അക്ബറിൻ്റെ പ്രധാന നിർമ്മിതികളിൽ വരുന്നത് ഏതൊക്കെയാണ്? ഫത്തേപൂർ സിക്രി, ബുലന്ദ് ദർവാസ, പഞ്ച്മഹൽ, ഇബാദത്ത് ഖാന, പിന്നെ ജോധാബായിയുടെ കൊട്ടാരമൊക്കെ അക്ബറിൻ്റെ പ്രധാന നിർമ്മിതികളാണ്. ഇനി അതല്ലാതെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, സാധാരണ ചോദിക്കാറുണ്ട്, ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആരാണ്? ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അക്ബറാണ് കേട്ടോ. ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആരാണ്? അക്ബറാണ്. ഇനി അക്ബർ പുറത്തിറക്കിയ ഒരു കലണ്ടർ ഉണ്ട്, ഏതാണ്? ഇലാഹി കലണ്ടർ അല്ലേ? അക്ബർ പുറത്തിറക്കിയ കലണ്ടറാണ് ഇലാഹി കലണ്ടർ. ഇനി എല്ലാ മതങ്ങളോടും ബഹുമാനം പുലർത്തിയിരുന്ന അക്ബർ 1582 സർവ്വമതങ്ങളുടെയും നല്ല വശങ്ങൾ ഉൾക്കൊള്ളിച്ച് സ്ഥാപിച്ച മതമാണ് ദിൻ ഇലാഹി എന്ന് പറയുന്നത്. ആ വർഷം ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. 1582 ദിൻ ഇലാഹി ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? അക്ബറിൻ്റെയാണ്. അതെല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ ഉൾക്കൊള്ളിച്ച് സ്ഥാപിച്ച ഒരു മതമാണ് ദിൻ ഇലാഹി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൗഹീദ് ഇ ഇലാഹി. അത് 1582, തൊട്ടടുത്ത വർഷം 1583 ഒരു കലണ്ടർ പുറത്തിറക്കിയത്. അതാണ് ഇലാഹി കലണ്ടർ. ഏതാണ്? ഇലാഹി കലണ്ടർ. കിട്ടൂലോ, ഇലാഹി കലണ്ടർ. പിന്നെ അക്ബറായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഇത് പ്രധാന നിർമ്മിതികൾ എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ. പിന്നെ മൻസബ്ദാരിയെ പറ്റി ചോദിക്കാറുണ്ട്. ഇനി അക്ബർ നിർമ്മിച്ച തലസ്ഥാന നഗരമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഫത്തേപൂർ സിക്രി കേട്ടോ. അക്ബർ നിർമ്മിച്ച തലസ്ഥാന നഗരമാണ് ഫത്തേപൂർ സിക്രി. ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നതും ഫത്തേപൂർ സിക്രിയാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം ഏതാണെന്ന് ചോദിച്ചതാണ്? ബുലന്ദ് ദർവാസയാണ്. അക്ബർ നിർമ്മിച്ച ബുലന്ദ് ദർവാസയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം. ഇനി ഇബാദത്ത് ഖാന എന്താ? രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തിയെടുക്കാൻ അക്ബർ ഫത്തേപൂർ സിക്രിയിൽ നിർമ്മിച്ച മന്ദിരമാണ് ഇബാദത്ത് ഖാന. ഇതൊരു മന്ദിരമാണ് ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ പഠിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് മൻസബ്ദാരി. എന്താ മൻസബ്ദാരി എന്ന് പറയുന്നത്? സൈനിക ശക്തിയോടൊപ്പം പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ഉറപ്പാക്കാൻ അക്ബർ സ്വീകരിച്ച സമ്പ്രദായമാണ് മൻസബ്ദാരി. എന്താണ് സമ്പ്രദായത്തിൻ്റെ പേര്? മൻസബ്ദാരി. ഓക്കെ. എന്താണ് മൻസബ്ദാരി എന്ന് പറയുന്നത്? സൈനിക ശക്തി മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പിന്തുണ സ്വീകരിച്ചൊരു സമ്പ്രദായമാണ് മൻസബ്ദാരി എന്ന് പറയുന്നത്. ഇത് മാൻസബ് എന്ന പദം കൊണ്ട് മുഗൾ സൈനിക ഉദ്യോഗസ്ഥൻ്റെ പദവിയാണ് അർത്ഥമാക്കിയിരുന്നത് കേട്ടോ. മാൻസബ് പദവി വഹിച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നത് മാൻസബ്ദാർ എന്നാണ്. എങ്ങനെയാണ്? മാൻസബ്ദാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി അക്ബറിൻ്റെ നമ്മൾ പറഞ്ഞു ഫത്തേപൂർ സിക്രി എന്നുള്ളത്, സിക്രിയുടെ കാര്യം പറഞ്ഞു. പിന്നെ അക്ബറിൻ്റെ ശവകുടീരം നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? ജഹാംഗീറാട്ടോ. ജഹാംഗീറാണ് അക്ബറിൻ്റെ ശവകുടീരം നിർമ്മിച്ചത്. അത് സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കന്ദ്രയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അക്ബറുടെ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ കവി ഉണ്ടായിരുന്നു. ആരായിരുന്നു? തുളസീദാസ് ആയിരുന്നു കേട്ടോ. ആരാണ്? തുളസീദാസ് ആയിരുന്നു അക്ബറിൻ്റെ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ കവി. തുളസീദാസ് ആയിരുന്നു. ഈ രാമചരിതമാനസം എന്നതിൻ്റെ കർത്താവ് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? തുളസീദാസാണ്. രാമചരിതമാനസത്തിൻ്റെ കർത്താവ് ആരാണ്? തുളസീദാസാണ്. ഇനി അക്ബറുടെ സദസ്സിൽ ഒരു അന്ധകവി ഉണ്ടായിരുന്നു. അതാരാണ്? സൂർദാസ്. അത് സൂർദാസ് ആയിരുന്നു. ആരായിരുന്നു അത്? അത് സൂർദാസ്. അക്ബറിനെ ഏറെ സ്വാധീനിച്ച അന്യമതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തു മതമാണ് കേട്ടോ. ഇനി അലഹബാദ് നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ശില്പി ആരാണ്? അക്ബറാണ്. ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായിട്ട് അക്ബർ പണി കഴിപ്പിച്ച മന്ദിരമാണിത് ബുലന്ദ് ദർവാസ. നമ്മൾ ആദ്യം പറഞ്ഞു അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നു. ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായിട്ട് അക്ബർ പണി കഴിപ്പിച്ച മന്ദിരമാണ് ബുലന്ദ് ദർവാസ.
പിന്നെ പിന്നെന്താ, അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് നമുക്കറിയാം നവരത്നങ്ങൾ അല്ലേ. നവരത്നങ്ങളിൽ ഏറ്റവും പ്രശസ്തനായത് ആരായിരുന്നു? ബീർബൽ ആയിരുന്നു. കവിപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് ബീർബലാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അബുൾ ഫസൽ, അക്ബർ ചക്രവർത്തിയുടെ ജീവചരിത്ര ഗ്രന്ഥമായ ഏതാണ് എഴുതിയിരുന്നത്? അക്ബർനാമ. അക്ബർനാമ രചിച്ചത് ആരാണ്? അക്ബർനാമ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അബുൾ ഫസലാണ്. അക്ബർനാമ. ഇനി അക്ബറിൻ്റെ ധനമന്ത്രി ആരായിരുന്നു? ധനമന്ത്രിയാണ് രാജാ തോഡർമാർ. രാജാ തോഡർമാളാണ് അക്ബറിൻ്റെ ധനമന്ത്രിയായിരുന്നത്. ഇനി അക്ബറിൻ്റെ പടത്തലവനായിരുന്നത് മാൻസിംഗ്. പടത്തലവൻ ആരാണ്? മാൻസിംഗ് ആണ്. അക്ബറിൻ്റെ പടത്തലവൻ മാൻസിംഗ് ആണ്. അക്ബർ ചക്രവർത്തിയുടെ ജീവചരിത്ര ഗ്രന്ഥമായ അക്ബർനാമ എഴുതിയതാരാണ്? അക്ബർനാമ രചിച്ചതാരാണ്? അബുൾ ഫസലാണ്. അബുൾ ഫസൽ. ഓക്കെ. ഇതുപോലെ തന്നെ അബുൾ ഫൈസി ഉണ്ട്, മാറിപ്പോരുത്. അബുൾ ഫസൽ അക്ബർനാമ രചിച്ചു. അക്ബർനാമ രചിച്ചതാണ് അബുൾ ഫസൽ എന്നറിയപ്പെടുന്നത്. ഇനി അബുൾ ഫൈസി എന്ന് പറയുന്നത് ഭാസ്കരാചാര്യരുടെ പ്രശസ്ത ഗണിതശാസ്ത്ര ഗ്രന്ഥമായ ലീലാവതി പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതാണ് അബുൾ ഫൈസി. ഇതൊക്കെ എവിടെ ഉണ്ടായിരുന്ന ആ നവരത്നങ്ങളിൽ വരുന്നതാണ് ഈ അബുൾ ഫൈസി എന്ന് പറയുന്ന ആൾ. ഓക്കെ. അപ്പോൾ രാജാ തോഡർമാർ ഓർത്തു വയ്ക്കുക, ധനമന്ത്രി കേട്ടോ. അക്ബറിൻ്റെ ധനമന്ത്രിയാണ് രാജാ തോഡർമാർ. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, അതിൽ അക്ബറും കൂടി പഠിച്ചു പോവാം. അക്ബറിൻ്റെ കാലത്ത് നിർമ്മിക്കാത്ത കോട്ട, അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്തത് പുരാണകിലയാണ്. നിർമ്മിച്ചിരുന്നത് ഏതൊക്കെയാണ്? ആഗ്ര കോട്ട, അലഹബാദ് കോട്ട, ലാഹോർ കോട്ട എന്നിവ. അത് അക്ബറിൻ്റെ പോലെ തന്നെ മറ്റേ ഷാജഹാൻ്റെ സമയത്തുള്ളത് ആ രീതിയിലുള്ള ചോദ്യങ്ങളും വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഫത്തേപൂർ സിക്രി, ബുലന്ദ് ദർവാസ, പഞ്ച് മഹൽ, ഇബാദത്ത് ഖാന. പിന്നെ അക്ബറിൻ്റെ മതം അല്ലേ ഏതാണ്? ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിക്കുകയുണ്ടായി. ഇലാഹി കലണ്ടർ പുറത്തിറക്കുകയുണ്ടായി. പിന്നെ ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? അത് അക്ബറാണ്. പിന്നെ മൻസബ്ദാരി എന്താ നമ്മൾ കണ്ടു. മൻസബ്ദാരി കണ്ടു. പിന്നെ അക്ബറിൻ്റെ അക്ബർ നിർമ്മിച്ച തലസ്ഥാന നഗരമാണ് ഫത്തേപൂർ സിക്രി. അത് ചെങ്കലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നു. പിന്നെ അക്ബറിൻ്റെ കവി ആരായിരുന്നു? തുളസീദാസാണ്. അന്ധകവിയാണെങ്കിൽ സൂർദാസാണ്. അക്ബർ നാമ എഴുതിയത് അബുൾ ഫസലാണ്. അക്ബർ നാമ എഴുതിയത്. അത് അക്ബർ ചക്രവർത്തിയുടെ ജീവചരിത്ര ഗ്രന്ഥമാണ്. ഇനി അബുൾ ഫൈസി എന്ന് പറയുന്ന ആൾ ആരാണ്? ആ ഒരു ഗണിതശാസ്ത്ര ഗ്രന്ഥമായ ലീലാവതി പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയുണ്ടായി. പിന്നെ അക്ബറിൻ്റെ ധനമന്ത്രിയാണ് രാജാ തോഡർമാൾ. പിന്നെന്താ? അക്ബറിൻ്റെ പടത്തലവനാണ് മാൻസിംഗ്. ഓക്കെ. ഏകദേശം എല്ലാ കാര്യങ്ങളും ആയല്ലോ. അപ്പോൾ ഇത്രയും പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്